ഉദയകിരണങ്ങൾ തൻ പ്രഭ വീണു തിളങ്ങുന്ന പ്രതിമയൊന്നെന്റെ മുൻപിൽ തെളിഞ്ഞു കാണൂ. പലതിനും പോലെ തന്നെ പറയുവാൻ കഥയുള്ള സ്മൃതി പീഠമാണെന്നതുമറിഞ്ഞിടേണ്ടു. പറയുവാനെന്നോടെന്തോ കരുതുന്ന പോലെ തോന്നി, സ്മൃതി പഥത്തിലൂടെ മനസ്സു പാഞ്ഞു. മനസ്സിനെ തളയ്ക്കുവാൻ മനുഷ്യനാൽ കൃതമല്ല, പറയാതെ തന്നെ എല്ലാം അറിയാമല്ലോ. രണകാഹളം മുഴങ്ങി രണഭൂവിലേക്കായി ഞങ്ങൾ അവിശ്രമം നിലകൊള്ളും സമയത്തിങ്കൽ, രണവീരെന്ന നാമത്താൽ രജപുത്ര കുലത്തിലായി ഒരു യോദ്ധ കൂടി നമുക്കുണ്ടായിരുന്നു. സ്നേഹസമ്പന്നനും ബുദ്ധിപ്രവരനുമായ രൺവീർ മംഗല്യകാര്യാർത്ഥമായി അവധിയാണ് മംഗല്യം കഴിഞ്ഞതല്ലേ ഇടയെന്നു കരുതി രൺവീനെ രണഭൂവിൽ കൂട്ടിയതില്ല. ഹില്ലിൻ ചുവടെത്തി ഞങ്ങൾ നോക്കുന്ന നേരം രൺവീരതാ മുന്നിൽ നിൽപ്പൂ ചിരിയുമായി. ഹില്ലിൻ മുകളെല്ലാം ശത്രു താവളങ്ങളാക്കി എന്തു ചെയ്തും ശത്രുവിനെ തുരത്തിടണം. മുകളിലൊരാളു ചെന്തു ദ്രക്കര കോജാത്തു കൊള്ളും. പിറകിൽ ഭടന്മാരെല്ലാം മുകളിലെത്തും കേട്ട പാടേലയിൽ ചൊല്ലി മുകളിൽ മുൻപേ ഞാൻ പോകാം. എത്ര ചൊല്ലിയിട്ടും രൺവീർ പിന്മാറിയില്ല. മലമുകളിൽ കഴിക്കർത്തവ്യങ്ങൾ നിറവിട്ടിളകാതെ പറ പോലെ കാവലും നിന്നു. തന്റെ മാർഗൊരു കുപ്നം നിന്ന ശത്രുക്കളെ ഇല്ലാതാക്കി തന്റെ ഭടന്മാരെ എല്ലാം മുകളിലേറ്റി. അവസാന രക്തം വരെ മാതൃരാജ്യത്തിന് നൽകി. രണവീര രണഭൂവിൽ നിശ്ചലനായി. മരണാനന്തര ബഹുമതികൾക്കാമനുഷ്യന് മന്നരെ ജീവിപ്പിക്കുവാനോ കഴിയില്ലല്ലോ. ചൊല്ലിയായി തീർന്ന രൺവീരൻ മുഖം നോക്കി പരമഗാന്ധിയെടുത്തോ